പ്രണയിക്കാൻ ഒരു ദിനം ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രത്യേക ദിനം? ഇങ്ങനെ ചിന്തിക്കാത്ത ആരായിരിക്കും ഉണ്ടാവുകയല്ലേ? നമ്മളിൽ എല്ലാവരിലും എപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രണയമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ പ്രണയിക്കാത്തവരായി ആരുമില്ല. അങ്ങനെ പ്രണയവുമായി ബന്ധപ്പെട്ട് അനവധി ഫിലോസഫികളും പഴഞ്ചൊല്ലുകളും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രണയത്തിന് വേണ്ടി ഒരു പ്രത്യേക ദിവസം മാറ്റിവെക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല, അല്ലെ? പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ മൈഫിൻ ടിവിക്കാർക്ക് എന്താ വാലന്റൈൻസ് ഡേയിൽ കാര്യം എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. നത്തിങ്സ് ഫ്രീ, എവറിത്തിങ് ഹാസ് എ പ്രൈസ് എന്ന് കേട്ടിട്ടില്ലേ? പ്രണയത്തിന് പിന്നിലുമുണ്ട് ചില കണക്കുകൾ, ബിസിനസ് സാധ്യതകൾ. ട്രെൻഡിറ്റിന്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വാലന്റൈൻസ് ഡേ വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ ബിസിനസ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ ട്രെൻഡിറ്റ്. അതിനു മുമ്പ് വാലന്റൈൻസ് ഡേയുടെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. പണ്ട് റോം ഭരിച്ചിരുന്നത് ക്ലോഡിയസ് ചക്രവർത്തിയായിരുന്നു. വാലന്റൈൻ എന്ന പേരുള്ള ഒരാളായിരുന്നു കത്തോലിക്ക സഭയുടെ അന്നത്തെ ബിഷപ്പ്. അതൊരു യുദ്ധകാലമായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർ തീർത്തും അവിവാഹിതരായിരിക്കണം. കാരണം വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ചക്രവർത്തി വിവാഹത്തിനോട് എതിരാകുകയും ചെയ്തു. തുടർന്ന് ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ സെയിന്റ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി. പരസ്പരം സ്നേഹിക്കുന്നവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കാൻ തുടങ്ങി. വിവരമറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി സെയിന്റ് വാലന്റൈനെ ജയിലിൽ അടച്ചു. നാളുകൾ ഒരുപാട് കഴിഞ്ഞു. എന്നാൽ അവിടെ വെച്ച് സെയിന്റ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി പ്രണയത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും ആർജിച്ച ആ പെൺകുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയെന്നാണ് ചരിത്രം. ഇവരുടെ പ്രണയമറിഞ്ഞ ചക്രവർത്തി സെയിന്റ് വാലന്റൈന്റെ തല വെട്ടാൻ ആജ്ഞ നൽകി. ശിക്ഷയ്ക്ക് കീഴടങ്ങും മുമ്പ് സെയിന്റ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഒരു കുറിപ്പെഴുതി. ഫ്രം യുവർ വാലന്റൈൻ എന്നായിരുന്നു ആ കത്തിന്റെ തുടക്കം. സെയിന്റ് വാലന്റൈന്റെ ദിവ്യമായ പ്രണയത്തെ ഓർക്കുന്നതിന് വേണ്ടി ആചരിച്ചു പോരുന്ന ദിവസം ലോകമെമ്പാടും വാലന്റൈൻസ് ഡേ ആയി ആഘോഷിക്കുന്നു. നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം, ബിസിനസ്. വാലന്റൈൻസ് ഡേയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു ചോക്ലേറ്റ് ബ്രാൻഡാണ് കാഡ്ബറീസ് ഡയറി മിൽക്ക് ചോക്ലേറ്റ്. ഉപഭോക്താക്കൾക്ക് പേഴ്സണലൈസ്ഡ് വാലന്റൈൻസ് ഡേ അനുഭവങ്ങൾ നൽകുന്നതിനായി കാഡ്ബറി സിൽക്ക് ചലച്ചിത്ര നിർമ്മാതാവായ സോയ അക്തറുമായി സഹകരിച്ചു. 2024 കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് സേ ഇറ്റ് വിത്ത് സിൽക്ക് ക്യാമ്പയിൻ ആരംഭിച്ചു. വാലന്റൈൻ സീസണിൽ കസ്റ്റമേഴ്സുമായി കൂടുതൽ ഇടപഴകുന്നതിനും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കാഡ്ബറിയുടെ കമ്മിറ്റ്മെന്റ് ആണ് ഈ ക്യാമ്പയിനുകളിൽ പ്രതിഫലിച്ചത്. 36 ദശലക്ഷത്തിലധികം ഹാർട്ട് ഷേപ്പഡ് ചോക്ലേറ്റ്സ് ഓരോ വർഷവും വിൽക്കുന്നുണ്ട്. അതായത് 58 ദശലക്ഷം പൗണ്ട് ചോക്ലേറ്റ്. വാലന്റൈൻസ് ഡേയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ഡയമണ്ട് മോതിരം, ചെയിൻ എന്നിങ്ങനെയുള്ള ആഭരണങ്ങൾ. വ്യാവസായിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാലന്റൈൻസ് ഡേ ആഭരണ വിൽപ്പനയിൽ ഒരു സുപ്രധാന അവസരമാണെന്നും വാലന്റൈൻസ് ഡേക്കായി ഉപഭോക്താക്കൾ ഏകദേശം $6.4 ബില്യൺ ആഭരണങ്ങൾക്കായി ചിലവഴിച്ചിരുന്നു എന്നുമാണ്. കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയിൽ മുൻ വർഷത്തേക്കാൾ ഏകദേശം 16.3% വർധന രേഖപ്പെടുത്തിയിരുന്നു. വാലന്റൈൻസ് ഡേ ആഭരണങ്ങളുടെ വിൽപ്പനയുടെ തോത് അവർ വിറ്റഴിച്ച ഡയമണ്ട് മോതിരങ്ങളുടെയും മറ്റ് ആഭരണങ്ങളുടെയും കൃത്യമായ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. മാർക്കറ്റ് ട്രെൻഡുകൾ, ഉപഭോക്തൃ മുൻഗണനകൾ, റീറ്റെയിലർ തന്ത്രങ്ങൾ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി യഥാർത്ഥ സംഖ്യ വ്യാപകമായി വ്യത്യാസപ്പെടാം. മറ്റൊന്ന് റോസാപ്പൂക്കൾ. 2023 ഏകദേശം 2.8 ബില്യൺ റോസാപ്പൂക്കളാണ് ഈ ദിവസം വിറ്റഴിച്ചത്. ഇതുകൂടാതെ വസ്ത്രങ്ങൾ, വളർത്തുമൃഗങ്ങൾ തുടങ്ങിയ ധാരാളം സമ്മാനങ്ങളും കമിതാക്കൾ ഈ ദിവസം പരസ്പരം സമ്മാനമായി നൽകാറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾ എന്ത് സമ്മാനമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് കമന്റ് ചെയ്യൂ. ട്രെൻഡിറ്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.